കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ കൂട്ടായ്മയിൽ വലിയവനായ ദൈവത്തിന് മഹത്വം കരയേറ്റുവാൻ, ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ആരാധനയും കരയേറ്റുവാൻ നമുക്ക് ദൈവം നൽകിയ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ വന്നു ചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരെയും ഞാൻ കർത്താവിൽ വന്ദനം ചെയ്യുന്നു. ദൈവം എങ്ങനെയൊക്കെയാണ് നമ്മോട് സംസാരിക്കുന്നത്, അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചത്. പക്ഷേ ആ ദൈവ ശബ്ദം നല്ലൊരു വിഭാഗം ആൾക്കാരും കേൾക്കുന്നില്ല. ദൈവം നമ്മോട് വ്യക്തിപരമായി സംസാരിക്കും. ദൈവത്തിന് പല മുഖാന്തരങ്ങളിലൂടെ ദൈവം സംസാരിക്കും. പക്ഷെ അത് കേൾക്കണം. അതെങ്ങനെ കേൾക്കണം എന്നൊക്കെ വിശദമായി പറഞ്ഞു. ഇന്ന് പക്ഷെ നമ്മുടെ വിഷയം ദൈവം നമ്മോട് സംസാരിക്കുന്ന വചനം കേൾക്കുന്നവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അവർക്കൊരു പരാതിയില്ല, ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നില്ല എന്ന പരാതി അവർക്കില്ല. ദൈവം സംസാരിക്കുന്നുണ്ട്, അതെല്ലാം കേൾക്കുന്നുമുണ്ട്. അവർക്കൊരു പരാതിയൊന്നുമില്ല, ദൈവം എന്നോട് സംസാരിക്കുന്നില്ല എന്ന പരാതി അവർക്കില്ല. ദൈവം എന്ത് ചെയ്യുന്നു? എന്നോട് സംസാരിക്കുന്നുണ്ട്. പക്ഷേ സംസാരിക്കുന്ന വചനത്തെ, ദൈവം ഇടപെടുന്ന വചനത്തെ, ദൈവം എന്താണോ പറയുന്നത്, എന്താണോ ദൈവം അതിനകത്തൂടെ, ഏത് സത്യമാണോ നമ്മോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, അതല്ല ഇവർ കേൾക്കുന്നത്. സ്തോത്രം. പകരം ഇവർ മറ്റു പലതും കേൾക്കും, മറ്റു പലതും ചിന്തിക്കും. അതൊരു വലിയ കുഴപ്പമാണ്. കേട്ടില്ലെങ്കിൽ കേട്ടില്ല എന്നേ ഉള്ളൂ. ഞങ്ങൾ കേട്ടില്ല, അത് കുഴപ്പമാണ്. പക്ഷെ അത് കേട്ടില്ലെന്നല്ലേ ഉള്ളൂ. പക്ഷെ കേട്ട കാര്യം ദൈവം ഉദ്ദേശിക്കാത്ത, ദൈവം ചിന്തിക്കാത്ത നിലയിൽ ആണ് ഗ്രഹിക്കുന്നതെങ്കിൽ അതെന്തുമാത്രം അപകടം നിറഞ്ഞൊരു പ്രശ്നമാണ്. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരോടും പറയുന്നു, ഇന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ നിങ്ങളോട് സംസാരിക്കുന്ന ദൂത്, ദൈവത്തിൻ്റെ വചനം, കേൾക്കുന്ന ദൈവവചനം, അത് ശരിയായി ദൈവം ഉദ്ദേശിക്കുന്ന അർത്ഥത്തിൽ കേൾക്കണം. സ്തോത്രം. തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. ദൈവവചനം കേൾക്കുമ്പോൾ എന്ത് ചെയ്യും? പറയാത്തത് കേൾക്കും, ദൈവം ഉദ്ദേശിച്ചതല്ല കേൾക്കുന്നത്. അതാണ് ഒന്നാമത്തെ കൂട്ടർ. എന്നാൽ രണ്ടാമത് വേറൊരു കൂട്ടരുണ്ട്. അവരെന്താണെന്നറിയാമോ? അവർക്ക് വളരെ കൃത്യമായി വചനം മനസ്സിലായി. പക്ഷേ അവരൊരിക്കലും കേട്ട വചനം അതുപോലെ പുറത്ത് പറയത്തില്ല. അതാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറയത്തില്ല. പകരം അവരതിനെ ഒന്ന് മാറ്റി, അതിനെ ഒന്ന് കൂട്ടി, അതിനോട് കുറച്ച് തങ്ങളുടെ സൗകര്യം പോലെ വ്യാഖ്യാനിച്ചിട്ട് ഒടുവിൽ പറയും, ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്. സ്തോത്രം. അതാണ് ദുരുപദേശം എന്ന് പറയുന്നത്. ദുരുപദേശത്തിൽ അവർ വചനത്തെ എന്ത് ചെയ്യാണ്? ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്. എന്നാൽ നിഷ്കളങ്കരായ ചില ആളുകൾ അവരുടെ പരിജ്ഞാനമില്ലായ്മ കൊണ്ട്, അത് ഞാൻ പറയും എന്തുകൊണ്ടാണ്, അവർക്ക് പറഞ്ഞത് തിരിയാത്തവരുണ്ട്. പക്ഷേ ചിലർക്ക് നല്ലപോലെ അറിയാം, എന്നാലും അവർ സമ്മതിക്കുകയില്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം. നമ്മളൊക്കെ സ്നാനപ്പെട്ടില്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ വെള്ളത്തിൽ മുങ്ങി നമ്മൾ സ്നാനപ്പെട്ടവരാ. ഈ സ്നാനം ഇങ്ങനെ തന്നെ വേണമെന്നുള്ള ഉപദേശം അറിയാത്തവരല്ല നാമധേയ സഭയിലെ മെത്രാന്മാരാകട്ടെ, അച്ഛന്മാരാകട്ടെ, അവരിൽ മഹാഭൂരിപക്ഷം ആൾക്കാർക്കും ഈ വചന സത്യം അറിയാം, ഇങ്ങനെ തന്നെയാണ് സ്നാനപ്പെടണമെന്ന്. പക്ഷേ അവരൊരിക്കലും അംഗീകരിക്കില്ല. പകരം അതിനെ അവര് വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം ചെയ്യും. കാര്യം അവരുടെ സഭയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് വചനത്തിൻ്റെ കൃത്യമായ അടിത്തറയില്ലാത്ത ഈ തെറ്റായ പഠിപ്പിക്കലുകളാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മാർപ്പാപ്പ പറഞ്ഞു, യേശുവിൻ്റെ അമ്മയായ മറിയയെ സഹരക്ഷക സ്ഥാനത്ത് നിന്ന് നീക്കി. നിങ്ങൾ അറിഞ്ഞായിരുന്നോ? ശരിക്കും വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു മാത്രമാണ് രക്ഷകൻ. ദൈവത്തിനും മനുഷ്യനുമിടയിൽ ഒരാളെ മധ്യസ്ഥനായിട്ടുള്ളൂ, അത് യേശുവാണ്. യേശുവിൻ്റെ അമ്മയായ മറിയം
സഹരക്ഷകയല്ല. കാര്യം ഓർക്ക, സത്യം ബോധ്യമായി, പണ്ടേ അറിയാവുന്നതാ. പക്ഷെ ഇപ്പോൾ അദ്ദേഹം ആ സത്യം പറഞ്ഞു. പക്ഷേ കേരളം മാത്രമല്ലല്ലോ, ലോകത്തിലുള്ള ഒറ്റ കത്തോലിക്ക സഭയും ഇത് അംഗീകരിക്കില്ല. മാർപ്പാപ്പയല്ല, അതിന് മുകളിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹം വന്ന് പറഞ്ഞാലും അവർ സമ്മതിക്കില്ല. അവർ പറയും മറിയ തന്നെയാണ് സഹരക്ഷക. മറിയ കഴിഞ്ഞിട്ടേ അല്ലേ യേശു ഉള്ളോ, അവൻ അമ്മയില്ലാതെ മകനുണ്ടോ എന്ന ചോദ്യമൊക്കെ ചോദിച്ച് അവർ അല്ലെ ചിന്തിക്കുന്ന ആ ചിന്തയിൽ തന്നെ ഉറച്ചു നിൽക്കും. നമുക്ക് ഒരു വാക്യം വായിച്ചുകൊണ്ട് തുടങ്ങാം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം ഇന്ന് നമുക്ക് പ്രാരംഭമായി വായിക്കാം. ഒരാൾ യോഹന്നാൻ 10:27 വാക്യം വായിക്കണം. പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിച്ചു പോകുന്നു. യോഹന്നാൻ 10:27. ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യും. 1 കൊരിന്ത്യർ 2:14 കൂടെ വായിക്കാം. 1 കൊരിന്ത്യർ 2:14. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവൻ എന്താണ്? ഭോഷത്വമാകുന്നു. അത് ആത്മികമായി വിവേചിക്കേണ്ടതാകയാൽ. കേട്ടല്ലോ, എന്താ ആദ്യം വായിച്ചത്? പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം, ശ്രദ്ധിച്ചോ, സ്തോത്രം, നശിക്കാനുള്ള കാരണം അവിടെ പറഞ്ഞിരിക്കുക. കാശില്ലാത്തത് കൊണ്ട് നശിക്കുന്നെന്നല്ല, ആരോഗ്യമില്ലായകയാൽ എൻ്റെ ജനം നശിക്കുന്നെന്നല്ല, ബന്ധുമിത്രാദികൾ കൂടെ ഇല്ലാത്തതിനാൽ എൻ്റെ ജനങ്ങൾ നശിക്കുന്നെന്നല്ല. എൻ്റെ ജനം നശിക്കുന്നെങ്കിൽ അതിന് കാരണം പരിജ്ഞാനമില്ലായകയാൽ എൻ്റെ ജനം നശിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കും ദൈവമക്കളെ, നിങ്ങൾക്ക് ദൈവ പരിജ്ഞാനം അത്യാവശ്യം. സ്തോത്ര, ദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് അകത്തും നഷ്ടപ്പെട്ടാൽ അവൻ തകരുമെന്ന് തിരുവെഴുത്ത് ഉറപ്പ് പറയുകയാണ്. അവൻ നിങ്ങളുടെ കയ്യിൽ എത്ര പൈസ ഉണ്ടെങ്കിലും, നിങ്ങൾ എത്ര വലിയ ആളുകളാണെങ്കിലും, ദൈവവചന സംബന്ധമായി നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ, ദൈവ പരിജ്ഞാനം നമ്മുടെ അകത്തില്ലെങ്കിൽ, അവൻ പ്രിയപ്പെട്ടവരെ, അവൻ നമ്മൾ തകരുവാനിടയായി തീരുമെന്ന് വചനം നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം എന്താ പറഞ്ഞത്? 10:27. എൻ്റെ ആടുകൾ എൻ്റെ വചനം. ഇന്ന് പകൽക്കാലം നാം അവൻ്റെ ആടുകളായി അവനെ അനുഗമിക്കാൻ തുടങ്ങിയാൽ, ദൈവവചനം മനസ്സിലാക്കുകയും നമ്മൾ പരിജ്ഞാനമുള്ളവരായി മാറുകയും ചെയ്യും. എത്രവർക്ക് മനസ്സിലായി? പ്രാകൃത മനുഷ്യൻ, കൊരിന്ത്യർ ലേഖനം പറയുക, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം. എന്താ കാരണം? അവനെ സംബന്ധിച്ചിടത്തോളം അത് ഭോഷത്വമാ. അതിനെ ആത്മികമായി വിവേചിക്കേണ്ടതാ. ഞാൻ ഇന്ന് പകൽക്കാലം പ്രാകൃത മനുഷ്യൻ എന്നൊക്കെ പറയുമ്പോ ആളുകൾ പറയുന്ന കാര്യമുണ്ട്, പാസ്റ്റർ, അത് സഭയ്ക്കകത്തല്ലല്ലോ, വെളിയിലുള്ളതല്ലേ. വെളിയിലുള്ളവർക്കല്ലേ പ്രാകൃത മനുഷ്യർ, അവരല്ലേ ഇതൊക്കെ ഭോഷത്വമായി കരുതുന്നത്. പക്ഷെ ഞാനിന്ന് നിങ്ങളോട് പറയുന്നു, ഖേദത്തോടെ ദുഃഖത്തോടെ പറയട്ടെ, പ്രാകൃത മനുഷ്യനെ തേടി വെളിയിൽ പോകണ്ട. ഈ ദൈവവചന സത്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാതെ, ഇതൊക്കെ ഒരു മണ്ടത്തരമാണെന്ന നിലയിൽ ചിന്തിക്കുന്നവരും, ഇതിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ, ആത്മീകമായി വിവേചിക്കാൻ കഴിയാതെ, കേവലം ഒരു പ്രസംഗം കേട്ട് വീട്ടിൽ പോകുന്ന ആളുകളെ അവൻ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് നിങ്ങൾ പറ. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനോട് പറയുന്നുണ്ട്, 2 തിമോത്തിയോസ് 2:15. വേഗം വായിച്ച മക്കളെ. സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി നിൽക്കാൻ ശ്രമിക്കാം. ഇന്ന് പകൽക്കാലം ദൈവദാസന്മാരോടുള്ള ദൈവത്തിന്റെ ആലോചനയാണ്. ജനം കേട്ടാലും ഇല്ലെങ്കിലും,
ജനം മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും സത്യവചനം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കണം. കാരണം ഇതിനകത്തിരിക്കുന്ന ഒരാടെയെങ്കിലും ഹൃദയത്തിനകത്ത് ഈ വചനത്തിന്റെ വിത്ത് വീണാൽ, ഒരാടെയെങ്കിലും ഹൃദയത്തിനകത്ത് ഈ തിരുവഴുത്ത് വ്യത്യാസമുണ്ടാക്കിയാൽ, ഒരാടെയെങ്കിലും അകത്ത് ഇത് ഒരു ചലനമുണ്ടാക്കിയാൽ ദൈവം പറയുക ഇതിന് വലിയ ഫലമുണ്ടായി. പ്രിയപ്പെട്ടവരെ, ദൈവം ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ദൈവം എല്ലാവരോടും സംസാരിക്കുക. എത്രയേറെ പ്രസംഗങ്ങളാണ് ഓരോ ദിവസം കേൾക്കുന്നത്, എത്രയേറെ വചനങ്ങൾ ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആലയത്തിൽ വന്ന് കേൾക്കും, അല്ലേ? മൊബൈൽ ഒന്ന് സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക്, അല്ലേ, അതിനകത്തിപ്പം ചെറിയ റീലുകളായിട്ടോ ഒക്കെ വരാറില്ലേ? അത് കാണാറുണ്ട്. വീട്ടിൽ പോയി പവർ വിഷൻ ചാനൽ വെച്ചാൽ, ഹാർവസ്റ്റ് TV വെച്ചാൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. സഭയിൽ ഉപവാസ പ്രാർത്ഥനയുണ്ട്, സഭായോഗമുണ്ട്, വെള്ളിയാഴ്ചത്തെ പ്രാർത്ഥനയുണ്ട്. സകല പ്രാർത്ഥനകളിലും ആളുകൾ നിരന്തരം വചനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ചോദ്യം, ഈ കേൾക്കുന്ന വചനത്തിലൂടെയെല്ലാം യഥാർത്ഥ സത്യം നീ ഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് വലിയ സത്യം. കേൾവി ഒത്തിരി ഉണ്ട്, ഒത്തിരി പ്രാവശ്യം വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തപ്പെടുന്നുണ്ടോ? ദൈവം ഉദ്ദേശിക്കുന്ന സത്യമാണോ നിങ്ങൾ ഇതിലൂടെ കേട്ട് മനസ്സിലാക്കുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്തോത്രം. ആമോസിന്റെ പ്രവചനം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ ബൈബിൾ ആമൻ പറയുന്ന ഒരു അടിസ്ഥാന സത്യം വേഗം വായിക്കാം. സ്തോത്രം. പ്രവാചകൻ വിളിച്ചു പറയുക, അപ്പത്തിനായുള്ള വിശപ്പല്ല, വെള്ളത്തിനായുള്ള ദാഹവുമല്ല, യഹോവയുടെ വചനത്തിനായുള്ള വിശപ്പും ദാഹവും ഞാൻ ദേശത്ത് അയക്കുന്ന നാളുകൾ വരുന്നു. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനത്തിനായുള്ള വിശപ്പുള്ള എത്ര പേരുണ്ട്? സത്യവചനം അറിയാനുള്ള ദാഹം എത്ര പേരുടെ അകത്തുണ്ട്? സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്താൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? സ്തോത്രം. കേൾക്കുന്ന വചനം കൊണ്ട് എനിക്കൊരു പ്രയോജനം ഉണ്ടാകണം, അതെന്റെ ആത്മജീവിതത്തിന് വ്യത്യാസം വരണം, എന്നെ അത് നിത്യതയോട് അടുപ്പിക്കണം. അപ്പോൾ ഈ വചന സത്യങ്ങൾ ഇഷ്ടംപോലെ കേൾക്കുന്നുണ്ട്. എന്നാൽ ദാഹമുള്ളവർ, പരിജ്ഞാനമുള്ളവർ, അറിയണമെന്ന ആഗ്രഹമുള്ളവരെ, അല്ലെ, വചനം പറയുന്നത് പോലെ ആഗ്രഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവം ഇന്നും ജീവിക്കുന്നു. ഇന്ന് പകൽക്കാലം, ദൈവമേ, എനിക്ക് ദാഹമുണ്ട്, ഈ വചനത്തിലെ സത്യം എൻ്റെ ഹൃദയത്തിനകത്ത് പതിയണം. സ്തോത്രം. അപ്പം നമ്മൾ എന്താ ചിന്തിക്കുന്നത്? വചനം കേൾക്കും, പക്ഷേ ദൈവം എന്തോ പറയുമോ അത് തിരിച്ചറിയാത്ത ചില ആളുകളുണ്ട്. നമുക്കറിയാം, യേശുക്രിസ്തുവിന്റെ അടുക്കൽ രാത്രിയിൽ യഹൂദന്മാരുടെ പ്രമാണിയായ നിക്കോദിമോസ് വന്നു, ഇല്ലയോ? അദ്ദേഹം വന്നിട്ട് യേശുവിനോട് ചോദിച്ചു. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണെന്നൊക്കെ ഞങ്ങൾക്കറിയാം. പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ പ്രമാണിയായി നിക്കോദിമോസ് എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ രാത്രിയിൽ യേശുവിന്റെ അടുത്ത്, നോക്കണേ, അവന്റെ ടൈം കണ്ടോ, രാത്രിയിൽ. എന്താ ഈ രാത്രിയിൽ വരാൻ കാരണം? ഇവന് പകൽ വെളിച്ചത്തിൽ വരാൻ പേടിയാ. ഒരു രഹസ്യ ക്രിസ്ത്യാനിയാ. ആമേൻ. പകല് വന്നാൽ എല്ലാവരും എന്ത് ചെയ്യും? കാണും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ച ദൈവ പൈതൽ അവന്റെ പുറകെ ഇറങ്ങി വന്നതാണെങ്കിൽ അവൻ ഏത് വെളിച്ചത്തിലും അവന്റെ മുമ്പാകെ വരണം. എത്ര പേര് ആമേൻ പറയും? സ്തോത്രം. വിശ്വാസമൊക്കെ ആലയത്തിനകത്ത് മാത്രം ഒതുങ്ങുക, പ്രാർത്ഥനയും പാട്ടുമൊക്കെ അകത്ത് മാത്രം ഒതുങ്ങുക. പുറത്തിറങ്ങി ഒരു സ്തോത്രം പറയാൻ പറഞ്ഞാൽ, പുറത്തിറങ്ങി ഒരു ഹല്ലേലൂയ പറയാൻ പറഞ്ഞാൽ, പുറത്തിറങ്ങി ഒരാളോട് ഒരു വചനം പറയാൻ പറഞ്ഞാൽ, പുറത്തിറങ്ങി ഒരു ദൈവവൈതലാണെന്ന് അഭിമാനത്തോടെ പറയാൻ പറഞ്ഞാൽ എത്ര പേര് പറയുമെന്ന ചോദ്യം.
ഇന്ന് പകൽ ആത്മാവ് പറയുക, ഈ കർത്താവിനെ സേവിക്കാൻ ഇറങ്ങി തിരിച്ചവരാണെങ്കിൽ ആമേൻ ധൈര്യത്തോടെ ലോകത്തോട് വിളിച്ചു പറയണം, ആമേൻ ഞാൻ ഈ ജീവനുള്ള കർത്താവിനെ, എൻ്റെ കർത്താവിനെ സേവിക്കുകയാ. അവനല്ലാതെ വേറൊരു ദൈവം എനിക്കില്ല, അവനാണ് എൻ്റെ കർത്താവ്. ആമേൻ. പൗലോസ് പറഞ്ഞതുപോലെ എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ വേറൊന്നുമില്ല. ഇന്ന് പകൽക്കാലം കുഞ്ഞുങ്ങളെ രഹസ്യ ക്രിസ്ത്യാനികളാകരുത്. പള്ളിക്കകത്ത് മാത്രം ഇരുന്ന് യേശുവിൻ്റെ മകനാണെന്ന് പറയാൻ അഭിമാനിക്കാനല്ല, പുറത്തിറങ്ങി യേശു എൻ്റെ കർത്താവാണ്, അവനാണ് രക്ഷകനാണെന്ന് പറയാനുള്ള ധൈര്യം, ആർജവത്വം നിങ്ങൾ പ്രാപിച്ചെടുക്കണം. പോട്ടെ, രഹസ്യമായിട്ടാണേലും വന്നു. അവൻ്റെ ആഗ്രഹം എന്താ? വായിച്ചേ. ആ ആ അവനൊരു കാര്യം കൃത്യമായിട്ട് അറിഞ്ഞു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾക്കറിയാം. ഇന്ന് പകൽ വന്നിരിക്കുന്നത് ആരാണ്? ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്ന ഉപദേഷ്ടാവാണെന്ന് അവനറിയാം. ഇന്ന് പകൽക്കാലം ദൈവസ്ഥലിൽ ഇരിക്കുന്ന ദൈവമക്കൾ എത്ര പേർക്ക് ഈ കർത്താവിനെ കുറിച്ചുള്ള വെളിപ്പാടുണ്ട്? സ്തോത്രം. നമ്മൾ അടുത്തിരിക്കുകയാണെന്നാണ് പറയുന്നത്. പക്ഷേ യേശു കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, യേശു ആരാണെന്ന് ചോദിച്ചാൽ കൃത്യമായി അറിയാവുന്ന ഒരു ചുരുക്കമാണ്. സ്തോത്രം. പത്രോസ് പറഞ്ഞതുപോലെ വെളിപ്പാട് പ്രാപിച്ച നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന എത്ര പേരുണ്ട്? അവൻ മറ്റൊരുത്തരിലും രക്ഷയില്ല. രക്ഷ പ്രാപിക്കാൻ യേശു കർത്താവിൻ്റെ പരമപുണ്യ പവിത്രനാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയുക? ദൈവത്തിനും മനുഷ്യനും ഇടയിൽ അവൻ യേശു കർത്താവ് മാത്രമേ മധ്യസ്ഥനായിട്ടുള്ളെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയുക? പാപത്തിന്റെ പരിഹാരത്തിന് അവൻ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയുക? അവൻ സാക്ഷാൽ ദൈവമാണെന്ന്, അവൻ മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചെന്ന് വിളിച്ചു പറയാനുള്ള വെളിപ്പാട് നമ്മുടെ അകത്തുണ്ടോ എന്നാ ചോദ്യം. സ്തോത്രം. ഇതൊക്കെ കുറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. സ്തോത്രം. കാരണം വചന വെളിപ്പാട് ആളുകളിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുക. കാരണം ഈ റീലുകളിലൂടെയാണ് കൂടുതൽ കാണുന്നത്. പിള്ളേർക്ക് ഈ റീലിൻ്റെ ലോകത്താ, ഷോർട്സിൻ്റെ ലോകത്ത്. അതിൻ്റെ കുഴപ്പം എന്നാന്ന് പറഞ്ഞാൽ ഈ വചനത്തിൻ്റെ ഡെപ്തിലേക്ക് ഇറങ്ങുകയില്ല. 1 മിനിറ്റ് കൊണ്ട് 3 മിനിറ്റ് കൊണ്ട് നിങ്ങളെ എൻകറേജ് ചെയ്യിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന ഒരു വചനം എന്ത് ചെയ്യും? പറയും. അതിൻ്റെ ആഴങ്ങളിലേക്കൊന്നും നിങ്ങൾ തന്നെ നോക്കിയാൽ 1 മണിക്കൂർ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുമോ, അതോ 1 മിനിറ്റ് റീല് കാണുമോ? കുഞ്ഞുങ്ങൾ പറ, അവരുടെ മക്കളെ ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴത്തേക്ക് ചില റീലിൻ്റെ അടിയിൽ ഇങ്ങനെ ലൈക്ക് ചെയ്ത് കാണും. അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ പിള്ളേർക്ക് ലൈക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ ചില ശ്രദ്ധിക്കാറുണ്ട് ഇന്ന കാര്യത്തിൽ. അപ്പം ഇവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ചിലതിനൊക്കെ എന്ത് ചെയ്യും? അവിടെ റിയാക്ഷൻസ് രേഖപ്പെടുത്തും. അപ്പോൾ റീൽ ഇഷ്ടമാണ്. എൻ്റെ നല്ല വലിയ പാസ്റ്റർമാർ ആരുടെ ആണെങ്കിലും 1/2 മണിക്കൂറും 1 മണിക്കൂറൊന്നും വചനം കേൾക്കാൻ പിള്ളേരെ കൊണ്ട് പറ്റില്ല. പിള്ളേരെ കൊണ്ട് മാത്രമല്ല, ചേട്ടന്മാരെ, ചേച്ചിമാരെ, അച്ചാച്ചന്മാരെ, അച്ചായന്മാരെ, അമ്മാമ്മമാരെ, നിങ്ങൾക്ക് ടൈമില്ല. ടൈം ഉണ്ടെങ്കിലും ചെയ്യുകയില്ല. ഈ മുകൾ പരപ്പിലുള്ള എന്താ അതിന് പറയുന്നത് ഒരു ജീവിതമാണ്. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പെട്ടെന്ന് എന്ത് ചെയ്യുക? യേശു ഇന്ന് അത്ഭുതം പ്രവർത്തിക്കുക, സന്തോഷം, ലൈക്ക് അടിച്ച് കമൻറ്റ്, കർത്താവ് ഇന്നൊരു അത്ഭുതം. കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണമെങ്കിൽ അതിന് ചില കാര്യങ്ങളുണ്ട്. അത് കേൾക്കണമെങ്കിൽ എൻ്റെ ആഴങ്ങളിലേക്കൊന്ന് എത്ര പേര് ആമേൻ പറയും? സ്തോത്രം. അപ്പം അതുകൊണ്ട് ഈ ദൈവവചനം അവൻ ആരാണെന്നുള്ള സത്യം നമ്മുടെ കുഞ്ഞുങ്ങൾക്കുൾപ്പെടെ അറിയുന്നില്ല. കാര്യം എന്താ? ആഴമായ വചനപഠനം ഇല്ല, സഭയ്ക്കകത്തില്ല. കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. ഇവർക്കൊന്നും ഇതിൻ്റെ ഇതിൻ്റെ ആഴമായ കാര്യം ഒന്നും മനസ്സിലായിട്ടില്ല. അത് വലിയ പോരായ്മയാണ് എന്ന കാര്യം നിങ്ങൾ അറിയണം. അവൻ പറഞ്ഞു, നീ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണ്. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തുവിന്റെ അടയാളങ്ങളുടെ ആധികാരികത ദൈവം കൂടെ ഉള്ളതാണെന്ന് അവൻ ഉറപ്പിച്ചു. സ്തോത്രം. അവനൊരു കാര്യം പറഞ്ഞു, നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ ദൈവം കൂടെ ഇല്ലെങ്കിൽ. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ആമേൻ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്നവനാ നമ്മുടെ ദൈവം. ഇന്നും പ്രവർത്തിക്കുന്നവനാ. ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം. ആമേൻ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുക. കാര്യമെന്താ? ദൈവം യേശുവിൻ്റെ കൂടെ ഉണ്ടെന്ന്, അവൻ സാക്ഷാൽ ദൈവമാണെന്ന് ആമേൻ നിക്കോദിമസിന് ഉറപ്പായി. നിങ്ങൾക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് ഞങ്ങളുടെ കർത്താവ് എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്യുമെന്ന്? സ്തോത്രം. 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 അതിൻ്റെ ആധികാരികത പറഞ്ഞു. പിന്നെ കേട്ടോ, നിക്കോദിമോസിനോട് യേശുവിൻ്റെ മറുപടി.
നീ പറഞ്ഞതൊക്കെ ഞാൻ സമ്മതിച്ചു, ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്ന ഉപദേഷ്ടാവാണ്, ഞാൻ ചെയ്ത അടയാളങ്ങൾ ദൈവം കൂടെ ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റത്തില്ല, അതെല്ലാം സമ്മതിച്ചു. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. ആമേൻ. അടയാളങ്ങളോ അത്ഭുതങ്ങളോ ഒന്നുമല്ല, നിനക്കെന്നെ കുറിച്ചുള്ള ധാരണകളുമല്ല ഇവിടുത്തെ വിഷയം. നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ നീ കടക്കത്തില്ല. ഇന്ന് പകൽക്കാലം എൻ്റെ മുമ്പിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ, ആമൻ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആമൻ യേശുവിനെ കുറിച്ച് ഒത്തിരി ഉയർത്തി പറഞ്ഞാലോ, അല്ലെ റീലിൻ്റെ അടിയിലും ഷോർട്സിൻ്റെ അടിയിൽ കമൻ്റ് ഇട്ട് ഗ്ലോറി പറഞ്ഞാലോ, സ്വർഗത്തിലെ ദൈവം പറയുക, സ്വർഗരാജ്യത്തിൽ പോകണമെങ്കിൽ, ദൈവരാജ്യത്തിൽ പോകണമെങ്കിൽ, ആമൻ സ്തോത്രം, നീ വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പോകത്തില്ല. ഇന്ന് എൻ്റെ മുമ്പിൽ ഈ വചനം കേൾക്കുന്നവരോട് വിളിച്ചു പറയട്ടെ, ആമൻ, യേശുവിൻ്റെ വിഷയം ദൈവരാജ്യമാ. യേശുവിൻ്റെ ആഗ്രഹം എല്ലാവരും ദൈവരാജ്യത്തിൽ പോകണമെന്നാ. സ്തോത്രം. നമുക്ക് ജോലി കിട്ടുന്നതും വീട് കിട്ടുന്നതും നമ്മുടെ ഭാവി ശോഭനമാകുന്നതും ഒക്കെ രണ്ടാമത്തെ വിഷയം. യേശുവിൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും ദൈവരാജ്യത്തിൽ പോകണം. ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അത് അങ്ങോട്ട് പറഞ്ഞു, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, നല്ല അനുഗ്രഹിക്കപ്പെട്ടൊരു വചനം പറഞ്ഞു, ആത്മികമായി വിവേചിക്കേണ്ട വചനം. നമ്മൾ പറഞ്ഞു, പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം ഗ്രഹിക്കുന്നില്ല. കാര്യം എന്താ? അത് അവന് ബോഷത്വമാ, ആത്മീകമായി വിവേചിക്കാൻ അവന് പറ്റുന്നില്ല. എന്താണ് നിക്കോദെമോസ് അതിനെ വിവേചിച്ചത്? വായിക്കാം. കേട്ടോ, വീണ്ടും ജനിക്കണമെന്ന് ഒരാത്മീയ സത്യം യേശു പറഞ്ഞപ്പോ നിക്കോദെമോസ് അതിനെ വ്യാഖ്യാനിച്ചത്, അല്ലേ, സ്പിരിച്വൽ ട്രൂത്ത് പറഞ്ഞപ്പോ ഫിസിക്കൽ ഇന്റർപ്രിട്ടേഷൻ ആവും കൊടുക്കുന്നേ. ആത്മീക സത്യം പറഞ്ഞപ്പോ അവനെന്ത് ചെയ്യുക? ശാരീരികമായ ജനനത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്. അതവർക്ക് മനസ്സിലായി. വലിയ ആത്മീയ കാര്യം ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്കാർ അതിനെ എങ്ങനെ വ്യാഖ്യാനിക്കും? സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലായി? അതുകൊണ്ടാണ് ഇന്ന് പകൽ ആമേൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണമെന്നേ, എങ്കിലേ ആത്മീയ സത്യം മനസ്സിലാകുകയുള്ളൂ. ഒരാത്മീകന് മാത്രമേ ആത്മീകമായി ചിലത് മനസ്സിലാകുകയുള്ളൂ. പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ ആഴമേറിയ ആത്മീയ സത്യങ്ങൾ പറയുമ്പോൾ അതിനെ അല്ലെ ഭൗതിക തലത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കാതെ അത് ആത്മാവിൽ വിവേചിക്കണം. സ്തോത്രം. സ്തോത്രം. യേശു പറഞ്ഞത് അതാണോ? അല്ല. അവനോട് പറഞ്ഞു, മോനെ, സ്തോത്രം. പിന്നെ അവൻ തീർന്നില്ല. മനുഷ്യൻ വൃദ്ധനായതിനു ശേഷം അങ്ങ് പോവുക, വ്യാഖ്യാനിച്ചങ്ങ്. ഇതുപോലെ ഞാനിങ്ങനെ ആണെങ്കിൽ ഞാൻ ചില ആത്മീയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്തോ ആൾക്കാർ ചിന്തിക്കുന്നത് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഇവരെന്തുമായിരിക്കും ഇത് മനസ്സിലാക്കുന്നത്? എനിക്കത് അറിയാൻ ആഗ്രഹമുണ്ട്. അവിടെ ഞാൻ ഇടയ്ക്ക് ചോദ്യം ചോദിക്കുന്നത്, മനസ്സിലായോ എന്ന് ചോദിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണത് മനസ്സിലാക്കിയെന്ന് അറിയാൻ വേണ്ടിയാ. സ്തോത്രം. ഇവിടെ യേശു വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ ശാരീരിക ജനനത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ അവൻ്റെ കൺഫ്യൂഷൻ ഇനി എങ്ങനെ നടക്കുമെന്നാണ്. മനുഷ്യൻ ശിശുവായി ജനിച്ചു, ശിശുവായി വളർന്നു, യൗവനക്കാരനായി, അവസാനം പ്രായമായി, വൃദ്ധനായി, ഇനി വീണ്ടും ഒന്നുകൂടെ അമ്മയുടെ വയറ്റിൽ പോയി ജനിക്കുന്നവർ നടക്കുന്ന പണിയല്ലല്ലോ. അവനാകെ കൺഫ്യൂഷനായി. കർത്താവ് പറഞ്ഞു, മകനെ, ഞാൻ നിന്നോട് സംസാരിച്ചത് വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നതിനെ കുറിച്ചാണ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം മനസ്സിലായി? ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം കേട്ട് സ്തോത്ര പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ നിന്റെ ആകത്തുണ്ടാകുന്ന പുതുജനനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ നിന്റെ ആകത്തുണ്ടാകുന്ന രൂപാന്തരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ, നിന്റെ ആകത്തൊരു പുതുമനുഷ്യനുണ്ടാകുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ, നീ ക്രിസ്തുവിലൊരു പുതിയ സൃഷ്ടിയാകുന്നതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ, നീ ചിന്തിക്കുന്നത് ശാരീരിക ജനനത്തെക്കുറിച്ചാണ്. ഇന്ന് പകൽക്കാലം ദൈവവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഇങ്ങനെ പലപ്പോഴും ദൈവം നമ്മോട് സംസാരിക്കുന്ന ആത്മീയ കാര്യങ്ങളും ആത്മീയ സത്യങ്ങളും തിരിച്ചറിയാതെ അതിനെ തെറ്റായി വ്യാഖ്യാനം ചെയ്ത് നമ്മുടെ ജീവിതം പരാജയപ്പെടുകയാണ്. സ്തോത്രം. അതുകൊണ്ട് വചനം കേൾക്കാനിരിക്കുമ്പോൾ സ്തോത്രം, കർത്താവേ, അങ്ങയുടെ വചനം തിരിച്ചറിയാനും ഗ്രഹിക്കാനുമുള്ള ജ്ഞാനം എനിക്ക് തരണമേ. ആമേൻ. സ്തോത്രം. ഏത് ആത്മാവിനാൽ ആണോ ഈ വചനം എഴുതപ്പെട്ടത്, ആ ആത്മാവ് തന്നെ എനിക്കിതൊന്ന് വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ് ആത്മാവിനോട് കണക്റ്റായിരുന്ന് ദൈവവചനം കേട്ടാൽ നിങ്ങൾക്ക് ഈ മാതിരി അബദ്ധങ്ങൾ ഉണ്ടാകത്തില്ല. കർത്താവ് എന്താണോ പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാകുക. ദൈവം എന്നോട് ഇടപെട്ടത് എനിക്ക് മനസ്സിലായി. സ്തോത്രം. ആ ഭാഗം വിടുക. ശിഷ്യന്മാരെ നോക്കിക്കേ. രണ്ടാമത്തെ കാര്യം, ശിഷ്യന്മാര്
ഇതുപോലെ യേശു പറഞ്ഞത് തെറ്റിദ്ധരിച്ചവരാ. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ യേശു അവരോട് പറഞ്ഞു, പരീശന്മാരുടെ പുളിച്ച മാവിനെ സൂക്ഷിക്കണം. വായിക്കാം. സ്തോത്രം. പരീശന്മാർ അവനെ പരീക്ഷിച്ചുകൊണ്ട് അടയാളം ചോദിച്ചു. കണ്ടോ? നിങ്ങൾ വായിച്ച മോനെ. നോക്കിക്കേ, പരീശന്മാർ വന്ന് യേശുവിനെ പരീക്ഷിച്ചുകൊണ്ട് ആകാശത്തുനിന്ന് വല്ല അടയാളം കാണിക്കണമെന്ന് പറഞ്ഞു. നോക്കിക്കേ, ഇവന്മാരുടെ ഈ ചോദ്യം കേട്ട് കർത്താവ് ആത്മാവിൽ ഞെരങ്ങി. അവൻ ആത്മാവിൽ ഞെരങ്ങി. ഈ തലമുറ അടയാളം അന്വേഷിക്കുന്നതെന്ത്? ഈ തലമുറയ്ക്ക് അടയാളം ലഭിക്കയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സ്തോത്രം, ഈ കർത്താവിനെ പരീക്ഷിക്കുന്ന ഒരു തലമുറയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. സ്തോത്രം, സ്തോത്രം. നീ അല്ലേ, പിശാചു തന്നെ പറഞ്ഞ, നീ ദൈവപുത്രനെങ്കിൽ അടയാളം കാണിക്കുന്നേ. നീ ദൈവപുത്രനെങ്കിൽ കല്ലപ്പമാകാൻ കൽപ്പിക്ക്. നീ ദൈവപുത്രനെങ്കിൽ അല്ലെ താപ്പോട്ടെടുത്ത് ചാട്. നീ ഒന്ന് തെളിയിക്ക്. ഇന്ന് പകൽക്കാലം ഈ വചനം കേട്ടപ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിലായി. പെന്തിക്കോസുകാർ നല്ലൊരു ഭാഗം ഇങ്ങനെ, അവിടെ കാര്യം നടന്നില്ലെങ്കിൽ ദൈവത്തെ അങ്ങ് ചോദ്യം ചെയ്യും. നീ ദൈവമാണെങ്കിൽ ഇതൊന്ന് തെളിയിക്കാൻ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും നമ്മുടെ ചിന്ത അതാ, കർത്താവേ നീ എന്താ പ്രവർത്തിക്കാത്തത്? ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എന്താ വിടുതലയക്കാത്തത്? നിനക്ക് കഴിവില്ലേ? നേരിട്ട് ചോദിക്കുന്നില്ലെങ്കിലും പ്രാർത്ഥിച്ചിട്ട് മറുപടി വരാതിരുമ്പം മനസ്സിൽ പലവട്ടം ചോദിക്കും. ഇന്ന് പകൽക്കാലം നിങ്ങളറിയണം, ദൈവത്തെ പരീക്ഷിക്കരുത്. എത്ര പേര് ഇതിന് ആമേൻ പറയും? കർത്താവിനെ പരീക്ഷിക്കരുത്. മരുഭൂമിയിൽ വെച്ച് ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ പാപം, അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ചോദിച്ചു, മരുഭൂമിയിൽ മേശ ഒരുക്കാൻ ദൈവത്തിന് കഴിയുമോ? ഇന്ന് പകൽക്കാലം ദൈവത്തെ പരീക്ഷിക്കരുത്. നിന്റെ ആവശ്യങ്ങൾ നീ അറിയുന്നതിന് മുമ്പേ അറിയുന്നൊരു ദൈവമാ. ആ ദൈവം അതിൻ്റെ സമയത്ത് പ്രവർത്തിച്ചോളും കേട്ടോ. നീ വിശ്വാസത്തോടെ കരയണം, പ്രാർത്ഥിക്കണം. പക്ഷേ ദൈവത്തിന് ഇത് കഴിയുമോ? ദൈവം എന്താ ചെയ്യാത്തത് എന്നൊന്നും ചോദിക്കല്ലേ. ആമൻ. ഇന്ന് പകൽക്കാലം അവനെ പരീക്ഷിക്കണ്ട. നിന്റെ ആവശ്യങ്ങളൊക്കെ അറിയുന്ന ദൈവമാ. തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം ദൈവത്തെ പരീക്ഷിക്കരുത്. അപ്പോ ഇവന്മാര് ദൈവത്തെ പരീക്ഷിച്ച് പരീക്ഷന്മാർ അടയാളമൊക്കെ ചോദിച്ചു. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അടയാളം ഒന്നും കർത്താവ് ചെയ്തില്ല. കർത്താവ് ഞെരങ്ങി. അതിനുശേഷം നമ്മൾ വായിക്കുന്നു 14-ാം വാക്യം. ശ്രദ്ധിക്കണം. അവൻ പറയുകയാണ്, യേശു കർത്താവ് പറഞ്ഞു, പരീശന്മാരുടെയും ഹെരോദാവിന്റെയും പുളിച്ച മാവ് സൂക്ഷിക്കണം. ശിഷ്യന്മാര് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, അപ്പം എന്ത് ചെയ്തില്ല? അപ്പം കൊണ്ടുവരാൻ മറന്നു. അപ്പന്മാർ പറയാ, അയ്യോ അപ്പം കൊണ്ടുവരാൻ മറന്നേനായിരിക്കും കർത്താവ് പറഞ്ഞത് പരീശന്മാരുടെയും ഹെരോദാവിൻ്റെയും പുളിച്ച മാവ് സൂക്ഷിക്കണമെന്ന് പറഞ്ഞത്. ഇവർക്ക് മനസ്സിലായി. ചില കാര്യങ്ങൾ ദൈവം ഇടപെടുമ്പോൾ സാഹചര്യം വെച്ചങ്ങ് വ്യാഖ്യാനിക്കും. സ്തോത്രം. അതായിരിക്കും ദൈവം അങ്ങനെ പറഞ്ഞത്. ഇന്ന് പാസ്റ്റർ വചനം പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ദൂത് വന്നത് ചിലപ്പം അതായിരിക്കും. തോന്നലുകളാ. നിന്റെ സാഹചര്യം വെച്ചങ്ങ് വ്യാഖ്യാനിക്കുക. ഇമോഷൻ വെച്ചല്ല വചനം വ്യാഖ്യാനിക്കേണ്ടത്. കാരണം ഇമോഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറത്തില്ലയോ? ചില ആൾക്കാർക്ക് നമ്മുടെ മൂഡ് ചേഞ്ച് ആവത്തില്ലേ? ഇന്ന് സന്തോഷമായിരിക്കും, നാളെ എന്താ ദുഃഖമായിരിക്കും. അതിനനുസരിച്ച് വചനം മാറുമോ? നമുക്ക് അതിനനുസരിച്ച് അങ്ങ് വചനം വ്യാഖ്യാനിക്കും. ദൈവം ഇടപെടുന്നത്. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? യേശു അവിടെ ഗൗരവമുള്ള കാര്യം പറയുക. സ്തോത്രം. അതെന്തിനെക്കുറിച്ചാണ് യേശു പറഞ്ഞത്? ആമേൻ. അവർ അത് പറഞ്ഞപ്പോൾ യേശു അവരോട് പറഞ്ഞു. വായിക്കാം 17-ാം വാക്യം.
അത് യേശു അറിഞ്ഞ് അവരോട് പറഞ്ഞത്. നോക്കണേ, ഇവർ യേശുവിനോട് പറഞ്ഞില്ല, കർത്താവേ ഞങ്ങൾ അപ്പം കൊണ്ടുവരാത്തതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞില്ല. അവർ തമ്മിൽ പറഞ്ഞെന്ന് അവിടെ എഴുതിയേക്കുന്നത്. സ്തോത്രം. അപ്പൊ വചനം കേട്ടപ്പോ തമ്മിൽ എന്ത് ചെയ്തു? അവർ സംസാരിക്കുക. അതായിരിക്കും ആ ദൂത്. പക്ഷേ കർത്താവ് ഇവരുടെ ചിന്ത അറിഞ്ഞു. കർത്താവ് പറഞ്ഞു. ഇന്ന് പകൽക്കാലം വചനം കേൾക്കുമ്പോൾ ഉള്ളിലിരുന്ന് എന്തോ പറഞ്ഞാലും അതെല്ലാം യേശുവിനറിയാം. തമ്മിൽ പറഞ്ഞാലും അത് യേശുവിനറിയാം. ഇന്ന് പകൽക്കാലം ആത്മാവ് ഇടപെടുകയാ. ആമേൻ. ആത്മാവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കുകയാ. ആമേൻ. നിന്റെ ഹൃദയത്തിലെ ചിന്തകളെല്ലാം അറിയുന്ന ദൈവമാ. നിന്റെ സംസാരം അറിയുന്ന ദൈവമാണ്. തെറ്റായ വ്യാഖ്യാനങ്ങളും യേശുവിനറിയാം. യേശു അവരോട് പറഞ്ഞു, വായിക്കാം. അപ്പമില്ലായികയാൽ എന്ന് നിങ്ങൾ തമ്മിൽ പറയുന്നത് എന്ത്? ചോദ്യം, ഇപ്പോഴും തിരിച്ചറിയുന്നില്ലയോ? എന്താ പറഞ്ഞ തിരിച്ചറിയുന്നത്? 5 അപ്പം വായിക്കേ. അയ്യോ, നോക്കിക്കേ, അവിടെ കർത്താവ് ഉപയോഗിച്ച പദങ്ങൾ ശ്രദ്ധിച്ചോ? 1, ഇപ്പോഴും നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ? അപ്പം ദൈവമക്കൾക്ക് അടിസ്ഥാനപരമായി വചനം കേൾക്കുമ്പോൾ വേണ്ട ദൂതാണ് തിരിച്ചറിവ്. സ്തോത്രം. വിവേചനമെന്ന് പറയും. ഇന്ന് പകൽക്ക് എത്ര പേര് കേൾക്കുന്ന വചനം അത് ദൈവത്തിന്റെ ആലോചനയാ, ദൈവം ഇന്ന കാര്യമായി ഇടപെട്ടതെന്ന് തിരിച്ചറിവുള്ളവരായി മാറണം. ചോദിക്കുക, ഇപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിവില്ലയോ? അടുത്തത്, നിങ്ങൾ ഇപ്പോഴും ഗ്രഹിക്കുന്നില്ലയോ? അപ്പൊ വചനത്തിന് മുമ്പാകെ ഇരിക്കുന്ന ദൈവ പൈതൽ വചനം കേട്ട് മടങ്ങുന്നവരല്ല, കേട്ട വചനം ഗ്രഹിക്കുന്നവരാകണം. സ്തോത്രം. അവിടെയാണ് നമ്മുടെ പരാജയം, നമ്മുടെ പരിമിതി. ഇന്നലെ കേട്ടതുപോലും ഇന്ന് അറിയത്തില്ല. കാരണം ഒന്നും നമ്മൾ ഗ്രഹിക്കുന്നില്ല. കേട്ടത് ഒരു ചെവിയിലൂടെ കേട്ട് അടുത്ത ചെവിയിലൂടെ വിടുമ്പോൾ ദൈവം ശിഷ്യന്മാരോട് പറയുക, ഇങ്ങനെ കേട്ടത് വിട്ടുകളയാനല്ല, കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടതാ. ഇത് നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? അടുത്തത്, ഹൃദയം കടുത്തിരിക്കുന്നുവോ? ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ അത് ഗ്രഹിക്കണമെങ്കിൽ, തിരിച്ചറിയണമെങ്കിൽ ഒരുക്കപ്പെട്ട ഒരു ഹൃദയം വേണം. സ്തോത്രം. തുറന്ന മനസ്സോടെ ഇരിക്കണം. അങ്ങനെയല്ലേ വചനം പറയുന്നത്? നല്ല നിലത്ത് വീണ വിത്ത്, അല്ലേ, 30, 60, 100 മേനി ഫലം കായ്ച്ചതുപോലെ തുറന്ന ഒരു ഹൃദയത്തോടെ ഇന്ന് പകൽ തമ്പുരാന്റെ മുമ്പിൽ ഇരുന്നെങ്കിലേ വചനം കേട്ടിട്ട് കാര്യമുള്ളൂ. സ്തോത്രം. വചനം കേൾക്കുമ്പോൾ ഹൃദയത്തിനകത്ത് 100 ചിന്തകളും സംശയങ്ങളും വിചാരങ്ങളുമായിട്ടിരുന്നാൽ ഈ വചനം അകത്തോട്ട് വീഴത്തില്ല. വചനം കേട്ടു എന്നുള്ളത് സത്യമാ, പക്ഷെ ഗ്രഹിക്കാൻ പറ്റുകയില്ല, തിരിച്ചറിയാൻ പറ്റുകയില്ല. ഹൃദയം കടുത്തിരുന്നു. സ്തോത്രം. അടുത്തത് നോക്കിക്കേ, കണ്ണുണ്ടായിട്ടും വചനം കേൾക്കാൻ, വചനം ഗ്രഹിക്കാൻ വന്നവർ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം. ഹൃദയ കണ്ണ് തുറക്കണം. ഭൗതികമായിട്ടും അത് ശരിയാ. കാരണം ഇവന്മാരുടെ കണ്ണിന് മുമ്പിൽ വെച്ച ദൈവം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചത്. എന്നിട്ടും ഇവന്മാര് പറയാ, ഈ തമ്പുരാന്റെ കൂടെ വന്നപ്പോൾ അയ്യോ അപ്പം എടുത്തില്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്ന് ചാകുമെന്നൊക്കെ പറയുമ്പോൾ കർത്താവിന്റെ ഹൃദയം എത്രമാത്രം വേദനിച്ചു കാണുക. അവൻ ഇവിടെ കണ്ണിന് മുമ്പിലല്ലേ ആ അത്ഭുതം നടന്നത്? ഇവരല്ലേ ഈ അപ്പം ആളുകൾക്ക് സെർവ് ചെയ്തത്? ഇവരുടെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ 12 കുട്ട നിറച്ചെടുത്തത്? നമ്മളിൽ ഒരു 99% പേർക്ക് ദൈവവചനം ഗ്രഹിക്കാൻ പറ്റാത്തതിന്റെ കാരണം ഈ ഭൗതികമായ ഞെരുക്കങ്ങളാണ്. അപ്പം എടുത്തില്ല, ഫീസ് അടച്ചില്ല, അല്ലെ, ഭൗതിക പ്രശ്നം, ഇതെല്ലാവർക്കും ഉണ്ട്. ഇതിൽ നമ്മൾ ജയിച്ചില്ലെങ്കിൽ വചനം നമുക്ക് മനസ്സിലാവില്ല. എത്ര പേര് മനസ്സിലായവർ സ്തോത്രം ചെയ്താട്ടെ. അത് കർത്താവ് പറഞ്ഞു, വിത്ത് വിതയ്ക്കുമ്പോൾ മുള്ളിനിടയിൽ ചിലത് വീണു, മുള്ളും കൂടെ വളർന്നു വന്ന് വിത്തിനെ ഞെരുക്കി. എന്താ വ്യാഖ്യാനം? ഈ ലോകത്തിൻ്റെ ചിന്തയും ധനത്തിൻ്റെ വഞ്ചനയും
ഇങ്ങനെയുള്ള ഭൗതിക കാര്യങ്ങളെല്ലാം കൂടെ വരുമ്പോൾ വചനം അങ്ങ് ഞെരുങ്ങിപ്പോയി. സ്തോത്രം, സ്തോത്രം. കർത്താവ് പറയാ, നിങ്ങൾ കണ്ണുണ്ടായിട്ടും നിങ്ങൾ കാണുന്നില്ലയോ? ചെവി ഉണ്ടായിട്ടും നിങ്ങളുടെ കണ്ണിന് മുമ്പിലല്ലേ ആ ജനം തിന്ന് തൃപ്തരായത് നിങ്ങൾ കണ്ടത്? അല്ലേ? നിങ്ങളുടെ ചെവി കൊണ്ട് കേട്ടതല്ലേ അവർ സന്തോഷത്തോടെ ആരവം മുഴക്കിയത്? ഇന്ന് പകൽക്കാലം ദൈവവൈതലേ, ആമൻ, ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുമ്പോൾ തുറന്ന ഹൃദയത്തോടെ ആമേ, സ്വതന്ത്രം അല്ലേ, ആമേ, കാഴ്ചപ്പാടുള്ളവരായി, ആമേ, ചെവികൾ തുറക്കപ്പെട്ടവരായി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് വചനം ഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ കർത്താവ് ഒന്ന് പറയും, നമ്മൾ വേറൊന്ന്. സ്തോത്രം. യേശു പറഞ്ഞത് പരീശന്മാരുടെയും യഹൂദരുടെയും ദുരുപദേശത്തെ കുറിച്ചാ, അവരുടെ പുളിച്ചമാവിനെ കുറിച്ചാ. എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റായ പഠിപ്പിക്കലുകളെ കുറിച്ചുള്ള ബോധ്യമാ ദൈവോടെ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ദുരുപദേശമാ. എന്താ ഈ പുളിച്ചമാവ്? എന്താ? ദുരുപദേശം. ഹല്ലേലൂയ. വചനം കേൾക്കാനിരിക്കുന്ന എല്ലാവരും നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ പുളിച്ച മാവ് കയറും. അതാ ഞാൻ നേരത്തെ പറഞ്ഞേ, അടിത്തറയില്ലാത്ത റീലുകളിലൂടെയും അടിത്തറയില്ലാത്ത ഷോർട്സുകളിലൂടെയും മാത്രമാണ് നിങ്ങൾ ദൈവവചനത്തെ സമീപിക്കുന്നതെങ്കിൽ, അല്ലേ, പുറമേ ഉള്ളൊരു പരിപാടിയാണ് ഉള്ളെങ്കിൽ നിങ്ങൾ തകരാൻ തുടങ്ങും. ഒരടിസ്ഥാനം വേണം. എൻ്റെ വചനം കേട്ട് പാറമേൽ അടിസ്ഥാനപ്പെട്ട് വീട് പണിയുന്ന ബുദ്ധിയുള്ള മനുഷ്യരോട് തുല്യരാകണം. രണ്ട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഒന്ന്, നിക്കോദിമോസിൻ്റെ കാര്യം. നിക്കോദിമോസ് വചനത്തെ തെറ്റായി എന്ത് ചെയ്തു? മനസ്സിലാക്കി. രണ്ട്, ശിഷ്യന്മാർ മനസ്സിലാക്കി. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ കൂടി വന്ന ജനക്കൂട്ടം, യേശുവിൻ്റെ ശിഷ്യന്മാരും അതിനകത്ത് പെടും. അവർ യേശു ക്രിസ്തുവിൻ്റെ ഒരു പ്രസംഗത്തെ, വളരെ ഗംഭീരമായ ഒരു ആത്മീയ അർത്ഥമുള്ള പ്രസംഗത്തെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരുന്നാൽ നിങ്ങളുടെ ഉള്ളിൽ ജീവനുണ്ടാകുകയല്ല. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിലാണ് കേട്ടോ. ഈ വചനം അങ്ങോട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത്, യുവമാരെല്ലാം വാല ഇറങ്ങിപ്പോയി. പറഞ്ഞുകൊണ്ട് പോകുന്നൊരു കാര്യമുണ്ട്, ഇതെന്ത് കഠിനവാക്കാണ്, ആർക്കിത് കേട്ടോണ്ട് നിൽക്കാൻ? സ്തോത്രം. കാരണം യഹൂദനെ സംബന്ധിച്ചിടത്തോളം മാംസം, അല്ലേ, രക്തം കുടിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര, അല്ലേ, പ്രശ്നമാ. യേശു കേവലം ശാരീരിക രക്തം അവൻ, അല്ലെ, അക്ഷരികമായി കുടിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. സ്തോത്രം. അതിൻ്റെ ആത്മീയ അർത്ഥമായിരുന്നു കർത്താവ് കണക്കൂട്ടിയത്. എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്? സ്തോത്രം, സ്തോത്രം. സർവ്വലോകത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്ന ദൈവ കുഞ്ഞാടാണ് നമ്മുടെ കർത്താവ്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ശരീരം നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടതാ, അല്ലേ? സ്തോത്രം. അതിൻ്റെ പ്രതീകാത്മകമായിട്ടല്ലേ നമ്മൾ അപ്പവീഞ്ഞുകൾ ഭക്ഷിക്കുന്നത്? ഇത് വിശ്വാസത്തിൻ്റെ കാര്യമല്ലേ പറഞ്ഞത്? കേവലം രക്തം കുടിക്കുന്നതും മാംസം കഴിക്കുന്നതുമാണോ? അല്ല, ഇത് ആത്മികമായി മനസ്സിലാക്കേണ്ടതാണ്. സ്തോത്രം. എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കുമെന്ന് പറഞ്ഞാൽ ആത്മികമായി മനസ്സിലാക്കേണ്ടതിനെ, അല്ലേ, തികച്ചും ഫിസിക്കലായിട്ട് മനസ്സിലാക്കി ആളുകൾ തെറ്റിദ്ധരിച്ചു. നിങ്ങൾക്കറിയാമോ, പത്രോസിൻ്റെ ലേഖനത്തിൽ സഭയ്ക്കുണ്ടായ അഗ്നിശോധനയെക്കുറിച്ച് പറയുന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾക്കുണ്ടായ അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വരുമെന്ന് കൂടി നിങ്ങൾ അതിശയിച്ചു പോകരുത്. എന്താ അതിൻ്റെ പശ്ചാത്തലം? നീറോ ചക്രവർത്തിയുടെ കാലത്ത് കർത്താവിൻ്റെ സഭയ്ക്ക് വലിയ പീഡനം നേരിട്ടു. ആ പീഡനത്തിൻ്റെ കാരണം, രണ്ട് പ്രധാനപ്പെട്ട കാരണം. ഒന്ന്, ആ സമയം ഈ ശിഷ്യന്മാരെല്ലായിടത്തും പ്രസംഗിച്ചുകൊണ്ട് നടന്നു, ലോകം മുഴുവൻ തീയാൽ എന്ത് ചെയ്യുന്നു? ന്യായവിധിക്കപ്പെടും. വെള്ളത്തിൽ ന്യായവിധി ഏറ്റ ഈ ഭൂമിയെ ഇനി തീയാൽ എന്ത് ചെയ്യും? നശിപ്പിക്കും. ബൈബിളിലുള്ള കാര്യമാണ്, കർത്താവിൻ്റെ വചനമാണ്. ഈ വചനം പ്രസംഗിച്ചു. ഇത് പ്രസംഗിച്ചപ്പോൾ ക്രൈസ്തവ സഭയെ തകർക്കാൻ നീറോയുടെ പദ്ധതി, മാസ്റ്റർ പ്ലാൻ വെളിപ്പെട്ടു. എന്താണെന്നറിയാമോ പദ്ധതി? അദ്ദേഹം റോമ പട്ടണത്തിന് തീയിട്ടു. റോമൻ പട്ടണത്തിന് തീയിട്ടു. യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ്, ക്രൈസ്തവരെ തകർക്കാൻ. പദ്ധതി എന്താണെന്ന് ഞാൻ പറയാം.
എന്നിട്ട് ഈ തീയിട്ട കേസ് പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ മേൽ ചുമത്തി. അതെങ്ങനെ ചുമത്തിയെന്ന് നിങ്ങൾക്കറിയാമോ? കേസ് വന്നത് ഇങ്ങനെയാണ്: ഇവന്മാര് പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്നു, ലോകം മുഴുവൻ എന്ത് ചെയ്യും? തീയാൽ നശിപ്പിക്കപ്പെടും. തീയാൽ നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞ് ഇവന്മാര് റോമിലെ പട്ടണത്തിന് തീയിട്ടു. ഇവന്മാരാണ് കാരണക്കാർ. ജനക്കൂട്ടം എല്ലാം കേൾക്കാനിരിക്കുകയല്ലേ. ക്രിസ്ത്യാനികൾ അന്ന് ഏറ്റവും ഹീനമായി, ഏറ്റവും ശക്തമായി തകർക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത് അവർക്കെതിരെ ഒരുക്കിയ ഒരു ആരോപണമെന്ന് പറയുന്നത്, ക്രിസ്ത്യാനികൾ പേടിച്ച് അവിടെ സഭ ആരാധന എന്ന രഹസ്യ സ്ഥലത്തായിരുന്നു. ആ രഹസ്യ സ്ഥലത്ത് ആരാധന നടക്കുമ്പോൾ ഇവന്മാർ പറഞ്ഞു വരുത്തി, ഇവന്മാരുടെ രഹസ്യ യോഗത്തിൽ ആരും അറിയാത്ത സ്ഥലത്ത് ഇവന്മാര് മനുഷ്യനെ എന്ത് ചെയ്തു? എല്ലാം പിടികിട്ടിയോ? കൊന്ന് മനുഷ്യൻ്റെ രക്തം കുടിക്കുകയും മാംസം ഭക്ഷിക്കുകയും ചെയ്യുന്നവന്മാര് ആണ് ഇവന്മാരെ തകർക്കണം. ആരോപണം വന്ന വഴി കണ്ടോ നിങ്ങൾ? സ്തോത്രം. ഈ പശ്ചാത്തലത്തിലാണ് ക്രൈസ്തവരെ തകർത്തത്. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായി? ഇന്നും ഭാരതത്തിൽ നമുക്കെതിരെയുള്ള ഏറ്റവും വലിയ ആരോപണം നമ്മൾ മതം മാറ്റുന്നുവെന്നാണ്. അല്ലേ? പറഞ്ഞങ്ങ് പരത്തുകയല്ലേ. എല്ലാവരുടെയും മതം എന്ത് ചെയ്യുക? നമ്മൾ മാറ്റുക. കാശ് മേടിച്ചുകൊണ്ട് നമ്മൾ മതപരിവർത്തനം നടത്തുന്നു എന്നല്ലേ ഏറ്റവും വലിയ ആരോപണം? പ്രൈസ് ദി ലോർഡ്. നമ്മളാരുടെയും മതം മാറ്റുന്നില്ല. നമ്മൾ അകത്തെ മാറ്റത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അകത്ത് മാറ്റം വരുന്നവൻ സ്വാഭാവികമായിട്ടും അവൻ്റെ പഴയ വഴി ഉപേക്ഷിക്കും. യേശുക്രിസ്തുവിന്റെ സത്യസുവിശേഷം അറിഞ്ഞവൻ വീണ്ടും പഴയ ആചാരങ്ങളിലേക്ക് പോകില്ല. പക്ഷേ ഇവരിതിനെ മതപരിവർത്തനം എന്ന് പറയുന്നു. സ്തോത്രം. ഇന്ന് പറയുന്നത് മറ്റൊരുത്തിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല എന്ന പദം പറയാൻ പാടില്ലെന്നാ. ഇന്ത്യ പോലെ രാജ്യത്ത് എല്ലാവർക്കും സ്വാതന്ത്ര്യമുള്ള, എല്ലാ മതങ്ങൾക്കും അവകാശമുള്ള ഈ രാജ്യത്ത് മറ്റുള്ളവർക്ക് അസഹിഷ്ണുത ഉണ്ടാക്കുന്ന ഒരു പദവും പറയാൻ പാടില്ല. എല്ലാം നല്ലതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജീവിക്കാം. എല്ലാവരുടെയും കൂട്ടത്തിൽ ഒരാളാണ് യേശു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിവിടെ ജീവിക്കാം. യേശു മാത്രമേ ഉള്ളെന്ന് മാത്രം പറയാൻ പാടില്ല. സമയം പോയതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. വചനത്തെ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. ഇന്നത്തെ കാലത്ത് നമ്മളറിയണം, നമ്മൾ ഡീപ്പായിട്ട് ആഴമായിട്ട് വചനം പഠിക്കണം. ഈ തെറ്റിദ്ധരിച്ചവർക്ക് പറ്റുന്ന അബദ്ധം കണ്ടോ? നിക്കോദിമോസ് വചനം തെറ്റിദ്ധരിച്ചു. എന്താ അതിൻ്റെ കുഴപ്പം? സ്തോത്രം. വീണ്ടും ജനനം ഉണ്ടാകത്തില്ല. പക്ഷേ അവൻ വീണ്ടും എന്ത് ചെയ്തു? വിശ്വാസത്തിൽ വന്നുവെന്നാണ്. പിന്നീട് രഹസ്യമായി താനൊരു ക്രിസ്ത്യാനിയായി മാറിയെന്നാണ് പറയുന്നത്. നമുക്കറിയില്ല, ചരിത്രപരമായി നമുക്കൊന്നും അറിയില്ല. യേശുക്രിസ്തുവിൻ്റെ ഒരു രഹസ്യ ബന്ധത്തിൽ തന്നെ അദ്ദേഹം ക്രിസ്ത്യാനിയായി മാറിയെന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം, ശരിക്കും വചനം തെറ്റിദ്ധരിച്ചാൽ വീണ്ടും ജനനം നടക്കുമോ? വചനത്തെ തെറ്റായി ഇൻ്റർപ്രറ്റ് ചെയ്താൽ വീണ്ടും ജനിക്കുകയല്ല, നടക്കില്ല. അല്ലേ? വചനത്തെ തെറ്റായി മനസ്സിലാക്കിയാൽ ശിഷ്യന്മാരെ പോലെ ഭയങ്കര ആത്മീയ കാര്യം പറയാ, പുളിച്ച മാവിനെ കുറിച്ച് പറയാ, ദുരുപദേശത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവന്മാർ പറയാ അപ്പം കൊണ്ടുവരാത്തതുകൊണ്ടായിരിക്കും. എന്താ കുഴപ്പം? വചനത്തെ തെറ്റിദ്ധരിച്ചാൽ, വചനം ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ ദുരുപദേശത്തിനകത്ത് എന്ന് വീഴും. ഒരാമയം പറഞ്ഞാട്ടെ. സ്തോത്രം. വചനം ശരിക്കും മനസ്സിലാകില്ലെങ്കിൽ, എൻ്റെ മാംസം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം പാനം ചെയ്യാതെയും ഇരുന്നാൽ എന്ന് കർത്താവ് പറയുമ്പോൾ നിങ്ങൾ അതിനെ അത്യധികമായി കണക്ക് കൂട്ടിയാൽ നിങ്ങൾ അവനെ വിട്ടുപോകാനുള്ള സാധ്യത. അങ്ങനെയല്ലേ സംഭവിച്ചത്? അത് തിരിച്ചറിയാൻ പറ്റാത്ത ആൾക്കാർ എന്ത് ചെയ്തു? ഇതെന്നാ പ്രസംഗമാണെന്നും പറഞ്ഞ് പോയി. അപ്പം നിങ്ങൾ പിന്മാറാനുള്ള സാധ്യത.